അപ്ലിക്കേഷൻ ഓഫ് AI. AI നമുക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം? ഇപ്പൊ ഇവിടെ നമ്മൾ എല്ലാ ആപ്ലിക്കേഷനും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതായത് നിങ്ങൾ മെഡിക്കൽ ഫീൽഡ് യൂസ് ചെയ്യാം. ഏത് ഫീൽഡാണ് യൂസ് ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ഇവിടെ നമ്മൾ എല്ലാ ഫീൽഡും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ രണ്ട് സിറ്റുവേഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ, അതായത് രണ്ട് കോണ്ടെക്സ്റ്റ്. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ സിറ്റുവേഷൻ ഒരു കൂൾ ബാർ. ഒരു അച്ഛനും മകനും കൂടി ഒരു കൂൾ ബാർ നടത്തുന്നു. ഇതിൽ അവരുടെ മെയിൻ കച്ചവടം എന്ന് പറയുന്നത് ലെമണേഡ് ആണ്. അപ്പൊ ഇവിടെ മകൻ പുതിയ ടെക്നോളജിയിലൊക്കെ താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ഓരോ ദിവസവും എത്ര ലെമണേഡ് അവിടെ വിറ്റു എന്നുള്ളത് അയാൾ ഒരു ചാർട്ടാക്കി വെക്കുന്നുണ്ട്. അവിടെ നമ്പർ ഓഫ് ലെമണേഡ്സ്, നമ്പർ ഓഫ് ലെമണേഡ്സ്, എത്ര ലെമണേഡ് വിറ്റു, അതിന്റെ കൂടെ അന്നത്തെ ടെമ്പറേച്ചർ എന്താണ്, ഇങ്ങനൊരു ചാർട്ട് ഉണ്ടാക്കി വെക്കും. അവിടെ ഒരു ദിവസം രാത്രി കഴിഞ്ഞാൽ മകൻ അന്നത്തെ വെതർ റിപ്പോർട്ട്സ് ചെക്ക് ചെയ്യും. അതിൽ നിന്ന് അടുത്ത ദിവസത്തെ ടെമ്പറേച്ചർ എത്താന്ന് കണ്ടുപിടിക്കും. ഈ ചാർട്ട് യൂസ് ചെയ്തിട്ട് അതില് ഒരു പർട്ടിക്കുലർ ഡേയില് ടെമ്പറേച്ചർ 40 കിട്ടിയത്, രാത്രി അവന് 40 ഡിഗ്രി കിട്ടി. അപ്പൊ ഈ ചാർട്ടിൽ ഉണ്ടാവും ആ 40 ഡിഗ്രി ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ എത്ര ലെമണേഡ് ഉണ്ടാക്കണം എന്നുള്ള കണക്ക് ഈ ചാർട്ടിലുണ്ടാവും. അപ്പൊ ആ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 125 ലെമണേഡ്സ് ആവറേജ് ടെമ്പറേച്ചർ 40 ആയിട്ടുള്ള ദിവസങ്ങളിൽ വേണം. അപ്പൊ അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ അയാളുടെ അച്ഛൻ പോയി വാങ്ങും, മാർക്കറ്റിൽ പോയി വാങ്ങും. ഓക്കെ, ഈ രീതിയിലാണ് അവർ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതില് കുറെ ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ഡിഫറെന്റ് ഡേയ്സ് അവിടെ ഉണ്ടാവും. ആ ഓരോ ദിവസവും അവര് വിറ്റിട്ടുള്ള നമ്പർ ഓഫ് ലെമണേഡ്സ് അതിന്റെ കണക്കുണ്ട്. അപ്പം ഒരു ഡിഗ്രീസ്, സപ്പോസ് ഒരു പർട്ടിക്കുലർ ഡേയിലെ ആവറേജ് ടെമ്പറേച്ചർ 55 ആണെന്ന് കണ്ടു. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, 55 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രി ഇവിടെ ഇതുവരെ വന്നിട്ടില്ല, ഒന്നാമത്തെ ഇഷ്യൂ. രണ്ടാമത്തെ ഇഷ്യൂ, സപ്പോസ് the average temperature of a day is 30. ഓക്കെ, അപ്പൊ അവര് എത്ര ലെമണേഡുള്ള സാധനങ്ങൾ വാങ്ങും? 40 എണ്ണം പ്രിപ്പയർ ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങുമോ, അതോ 55 എണ്ണം പ്രിപ്പയർ ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങും? ഈ രണ്ട് ഇഷ്യൂസ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ആവശ്യം ഒരു പ്രഡിക്ഷൻ നടത്തണം ബേസ്ഡ് ഓൺ ദിസ് അവൈലബിൾ ഇൻഫർമേഷൻ. അപ്പൊ ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മളൊരു മെഷീനെ ട്രെയിൻ ചെയ്യും, നമുക്കൊരു മോഡൽ കിട്ടും. ആ മോഡൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു പ്രഡിക്ഷൻ നടത്താൻ പറ്റും. ഇഫ് ആവറേജ് ടെമ്പറേച്ചർ ഇസ് 55, you should make this much lemonades. Okay, ഇതാണ് ഒരു സിറ്റുവേഷൻ. ഈ സിറ്റുവേഷൻ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്യാം. അപ്പം വേറെ എക്സാമ്പിൾ പറഞ്ഞു, ഇതേപോലെ വേറെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡന്റിന്റെ സ്റ്റഡി ടൈം, സ്ക്രീൻ ടൈം, സ്ലീപ്പിംഗ് ടൈം ഇത്രയും നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ സ്റ്റുഡന്റ് എക്സാം പാസ് ആവോ ഫെയിൽ ആവോ?
ഓക്കെ, അതിനുള്ള ചാൻസ് എത്രയാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള പ്രോബ്ലംസ് നമുക്ക് AI യൂസ് ചെയ്തിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ വരുന്നത് ഒരു പ്രഡിക്ഷനാണ്. ഓക്കെ, അപ്പം ഈ AI യൂസ് ചെയ്യുന്നത് ഈ പ്രഡിക്ഷന് വേണ്ടി മാത്രമല്ല, ഒരു ഫാം ഹൗസ്, ഇവിടെ ഒരുപാട് അനിമൽസിനെ അവർ വളർത്തുന്നുണ്ട്, ബേർഡ്സ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ആവശ്യം ഈ ഫാം ഹൗസ് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് ഒരുപാട് അനിമൽസും ബേർഡ്സും എല്ലാം പുറത്തേക്ക് വരും. നമ്മളിവിടെ ഒരു ക്യാമറ വയ്ക്കുന്നു. ഈ ക്യാമറ ഒരു കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുന്നു. ഇതെങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്ന് നമുക്ക് ഒരു കണക്ക് കിട്ടണം. അതിൽ കൗസ് എത്ര ഉണ്ട്, കാറ്റ്സ് എത്ര ഉണ്ട്. അപ്പം ഇതെല്ലാം ഇവിടുന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ ഇമേജ് ഈ ക്യാമറ ക്യാച്ച് ചെയ്യും. അത് ഈ കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്യും. ഈ കമ്പ്യൂട്ടറാണ് പിന്നെ പറയുന്നത് എത്ര കൗസ് ഉണ്ട്, എത്ര കാറ്റ്സ് ഉണ്ട്, എത്ര ചിക്കൻ ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഇൻഫർമേഷൻ തരുന്നത് ഈ കമ്പ്യൂട്ടറിൽ നിന്നാണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒരാളെ ഇവിടെ നിർത്താം. ഓക്കെ, അയാളുടെ ബ്രെയിനകത്ത് ഒരു കൗ, അതിന്റെ പിക്ചറുണ്ട്, കാറ്റ് അതിന്റെ പിക്ചറുണ്ട്, ഡോഗ് അതിന്റെ പിക്ചറുണ്ട്, ചിക്കൻ അതിന്റെ പിക്ചറുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അയാളുടെ ബ്രെയിനിലുള്ള ഇൻഫർമേഷൻ, അതായത് അയാളുടെ നോളജ്, അതായത് അയാളുടെ ഇന്റലിജൻസ്, അതിനെ ബേസ് ചെയ്തിട്ട് അയാൾക്ക് ഇത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരാൾ നമ്മളിവിടെ നിർത്തി കഴിഞ്ഞാൽ ഈ മൃഗങ്ങളെല്ലാം പുറത്തു പോയി കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ ഒരു കണക്കുണ്ടാവും. ഒരു പശു പുറത്തേക്ക് വരുന്ന സമയത്ത് അയാൾ കൗസിന്റെ കൗണ്ട് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. ആ രീതിയിൽ അയാളൊരു കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ഇനി ഇതേ കാര്യം ഒരു മെഷീൻ ചെയ്യണം. അത് മനുഷ്യൻ ചെയ്യുന്ന കാര്യം ഒരു മെഷീൻ ചെയ്യണം. അതായത് ഒരു പശു പുറത്തേക്ക് വരുന്ന സമയത്ത് അയാളുടെ ബ്രെയിൻ വർക്ക് ചെയ്യും. അയാളുടെ ബ്രെയിനിൽ നിന്നും പശുവിന്റെ ഒരു പിക്ചർ അയാൾ ഫോം ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും. അതുമായിട്ട് കമ്പയർ ചെയ്യും. ഓക്കെ, ഇതേ കാര്യം അങ്ങനെയാണെങ്കിൽ അത് യെസ് ആണെങ്കിൽ ഓക്കെ ആണെങ്കിൽ അയാൾ കൗസ് അതിന്റെ എണ്ണം ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് വെക്കും. ഓക്കെ, ഇതേ കാര്യം ഒരു കമ്പ്യൂട്ടർ ചെയ്യണം. അത് ചെയ്യുന്നത് ഈ ക്യാമറയിൽ നിന്ന് കിട്ടുന്ന ഇമേജ് വെച്ചിട്ടാണ്. അപ്പം നമ്മുടെ പ്രീവിയസ് എക്സാമ്പിളിൽ ആവറേജ് ടെമ്പറേച്ചർ, നമ്പർ ഓഫ് ലെമണേറ്റ്സ്, അതൊരു സിമ്പിൾ ന്യൂമറിക്കൽ ഡാറ്റയാണ്. പക്ഷെ ഇവിടെ ഇമേജ് ആണ് നിങ്ങൾക്ക് പ്രോസസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, ഈ ഒരു കേസിൽ അതായത് കോംപ്ലക്സ് ഡാറ്റ, ഇമേജ്, സൗണ്ട്, ഇങ്ങനെയുള്ള ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡീപ്പ് ലേണിംഗ്. ഓക്കെ, അപ്പോൾ AI ഇതിനകത്ത് മെഷീൻ ലേണിംഗ്, ഈ മെഷീൻ ലേണിംഗിനകത്ത് ഡീപ്പ് ലേണിംഗ്. ഓക്കെ, ഇങ്ങനെ വരും. അതിന്റെ വെൻ ഡയഗ്രം നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇവിടെ ഈ കമ്പ്യൂട്ടറിലുള്ള മോഡൽ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യണം, ഈ മെഷീൻ ലേണിംഗ് നടക്കുന്നത് 2 ഫേസ് ആയിട്ടാണ്. ഒന്നാമത്തെ ട്രെയിനിങ് ഫേസ്. ആ ഫേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ ഏതൊക്കെ മൃഗങ്ങൾ അല്ലെങ്കിൽ എനിമൽസിനെ നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യണോ അതിന്റെ എല്ലാം പിക്ചേഴ്സ് കൊടുത്തിട്ട്, ആ പിക്ചേഴ്സ് ആണ് നമ്മുടെ ഡാറ്റ. ആ പിക്ചേഴ്സ് കൊടുത്തിട്ട് ഈ മെഷീനെ ട്രെയിൻ ചെയ്യണം. അതിനുശേഷം അതിന്റെ ഇൻഫറൻസ് സ്റ്റേജ് നമുക്കൊരു മോഡൽ കിട്ടും. ആ മോഡൽ ട്രെയിനിങ് ഫേസിന്റെ ഔട്ട്പുട്ട് ഒരു പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ഒരു മെഷീൻ ലേണിംഗ് മോഡലാണ്. ആ മോഡൽ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എത്ര കൗസ് ഉണ്ട്, എത്ര കാറ്റ്സ് ഉണ്ട്, എത്ര ചിക്കൻ ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതൊരു ക്ലാസിഫിക്കേഷൻ ആണ്. നിങ്ങൾക്കൊരു ഇമേജ് കിട്ടും. ആ ഇമേജ് ഏത് ഗ്രൂപ്പിലാണ് പെടുന്നത്? കൗസിന്റെ ഗ്രൂപ്പിൽ പെടുമോ, കാറ്റ്സിന്റെ ഗ്രൂപ്പിൽ പെടുമോ, ഡോഗിന്റെ ഗ്രൂപ്പിൽ പെടുമോ? അപ്പൊ ഇവിടെ നമ്മുടെ ഇഷ്യൂ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ നമ്മുടെ ഡാറ്റ ഒരു സിമ്പിൾ ന്യൂമറിക്കൽ ഡാറ്റ അല്ല, ഇറ്റ് ഈസ് കോംപ്ലക്സ്, ഇറ്റ് ഈസ് ഇമേജ്. ഓക്കെ, ഈ ഒരു കേസിലാണ്, ഇങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഡീപ്പ് ലേണിംഗ് ഈ ടെക്നിക്കിലേക്ക് നമ്മൾ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ ട്രഡീഷണൽ മെഷീൻ ലേണിംഗ് ആൽഗോരിതംസ് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് അവർ ഡാറ്റ ഈസ് കോംപ്ലക്സ്.
ഓക്കെ. അപ്പൊ നമ്മൾ ഏത് ആൽഗോരിതം യൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഡാറ്റയെ നമ്മൾ വാച്ച് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റയെ നമ്മൾ സ്റ്റഡി ചെയ്തിട്ടാണ്. ഓക്കെ.